ഈ ഒരു ബൾബിനകത്തെ ഹീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹീറ്റിൻ്റെ ഒരു ചേംബർ വരുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നൊരു. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ വിറ്റാര ബ്രീസയിൽ ഒരു ഹെഡ്ലൈറ്റ് മാറുന്നൊരു വീഡിയോയിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ എന്തെങ്കിലും ഇനി പുതിയൊരു മോഡിഫിക്കേഷനുമായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ വാഹനത്തിൽ തന്നെ. അപ്പം നമ്മുടെ ഈ സൈഡിൽ കിടക്കുന്നത്, അതായത് എൻ്റെ ബാക്കിലുള്ള ആ സെയിം വാഹനം തന്നെയാണ്. അതായത് നമ്മുടെ വിറ്റാര ബ്രീസ 2017 ഡീസൽ മോഡലാണ്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഡീസൽ മോഡലിൻ്റെ ഒരു ചെറിയൊരു വെറൈറ്റിയും കൂടെ, അതായത് ഹെഡ്ലൈറ്റ് നമ്മൾ മാറി, പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഇനി നോക്കുന്ന സമയത്ത് ചേഞ്ച് വരുത്താനുള്ള നമ്മുടെ ടെയിൽ ലൈറ്റ്. അപ്പോൾ ഞാൻ രാകേഷ് എം ജി, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ടെക്സ്പ്ലോർ. ഓക്കെ, നമ്മുടെ ഇൻട്രോയിൽ എല്ലാവരും ഈ ഒരു ലൈറ്റ് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ ബ്രിസയ്ക്ക് വരുന്ന ടെയിൽ ലാമ്പ്. ഓക്കെ, ഈ കാണുന്നതാണ് അതിൻ്റെ ടെയിൽ ലാമ്പ്. 2 പോർഷൻസ് വരുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ ഡിക്കയിൽ വരുന്ന, ഒന്ന് നമ്മുടെ ബമ്പറിൻ്റെ മേളിലായിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വാർട്ടർ പാനലിൻ്റെ പീസിൽ തന്നെ ഫിക്സ് ചെയ്യുന്ന മോഡലാണ് വരുന്നത്. ഇപ്പോൾ 2 പീസാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും അത് കണ്ടു. ഇനി ഞാനത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ബ്രീസലൊന്ന് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ പഴയത് ജസ്റ്റ് ഒന്ന് അഴിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പഴയത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ കണ്ടതാണ് നമ്മുടെ പഴയ മോഡൽ ബ്രീസയുടെ ടെയിൽ ലാമ്പ് വരുന്നത്. ഇനിയിപ്പം നമുക്കിത് 2 പോർഷനാണ്. ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞായിരുന്നു 2 പോർഷനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. കാരണം ഞാൻ കൂടുതലും ചെയ്യുന്ന വയറിങ് കട്ട് ചെയ്യാതെയുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. എന്നാൽ ചില കേസസിൽ ഞാൻ വയർ ക്രിമ്പ് ചെയ്യാറുണ്ട്. ക്രിമ്പിങ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല, വയർ കട്ടിങ് മാത്രമേ ഉള്ളൂ വാറണ്ടി റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ടെയിൽ ലാമ്പ് എല്ലാവരും കണ്ടു. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇതാണ് നമ്മുടെ വിറ്റാര ബ്രീസയ്ക്ക് വരുന്നത്, ഏറ്റവും പുതിയ മോഡൽ ബ്രീസയ്ക്ക് വരുന്ന ടെയിൽ ലാമ്പിൻ്റെ 2 പോർഷൻസ് വരുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഈ ക്വാർട്ടർ പാനലിൽ വരുന്ന പീസാണിത്. ഇത് നമ്മുടെ ഡിക്കയിൽ വരുന്ന പീസ്. ഡിക്കയിലെ പീസ് നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ക്വാർട്ടർ പാനലിൽ വരുന്ന പീസ് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ കപ്ലർ വരുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. സെയിം കപ്ലറാണ് വരുന്നത്, ഒരു വ്യത്യാസമില്ല. അതായത് നമ്മുടെ പഴയ മോഡൽ ബ്രീസയ്ക്ക് വരുന്ന സെയിം കപ്ലർ, സെയിം ഷേപ്പ്, ഒരു വ്യത്യാസമില്ല. ഇതിനകത്ത് ഡിസൈനിന് മാത്രം വ്യത്യാസമുള്ളൂ. ബാക്കി ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം സെയിം ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ 2017 16 മോഡൽ ബ്രീസയ്ക്കെല്ലാം നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. വ്യത്യാസം വരുന്ന ചെറിയൊരു കാര്യത്തിൽ മാത്രമേ ഇതിനകത്ത് മാറ്റം വരുന്നുള്ളൂ. ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കപ്ലർ ഞാൻ ഈ കപ്ലറിലോട്ട് കണക്ട് ചെയ്യാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കും. ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ് വരുന്നത്. കണ്ടോ, ജസ്റ്റ് പ്ലഗ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാനിത് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്തു, അതിൻ്റെ പരിപാടി തീർന്നു. ഇനിയിപ്പം തിരിച്ചിത് ഫിറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് അഴിക്കുന്നത് കാണിക്കാതെ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. സിമ്പിളാണ്. ഇവിടെ 2 ലോക്ക് വരുന്നുണ്ട്, 1 2. ഈ 2 ലോക്സും വരുന്നുണ്ട്. ഈ ലോക്കിനകത്താണ് ഇത് കയറിയിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സോക്കറ്റ് അകത്തോട്ടാക്കുക. ഇത് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. ഇത് ഞാൻ അകത്തോട്ടാക്കി. ഇനി ഈ കപ്ലറൊന്ന് കയറ്റിയിട്ട് ലോക്കിലോട്ടാക്കി. കാരണം ഇത് നമ്മൾ എപ്പോഴും ലോക്കായിരിക്കണം. ലോക്കാകുന്ന വേറൊന്നും കൊണ്ടല്ല, വെള്ളമോ അല്ലെങ്കിൽ എയറിൻ്റെ അംശമോ പുറത്തുനിന്നുള്ള സ്മെല്ലോ കാര്യങ്ങളൊന്നും അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് സീൽഡായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 2 ലോക്ക്, 1 2, ഈ 2 ലോക്സും കൂടെ ഇതിനകത്ത് കയറുന്ന രീതിക്ക് ഞാൻ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുകയാണ്. യെസ്, ഇപ്പോൾ ലോക്കെ വീണ് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ക്ലിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. ഇനി ഞാനിത് അഴിക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ 2 10ൻ്റെ ബോൾട്ടുണ്ട്, 1 2. ഈ 2 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഈ സൈഡിലോട്ട് വന്ന് ഇവിടെ നിന്ന് ബാക്കിലോട്ട്, അതായത് ഈ പോർഷൻ നേരെ ബാക്കിലോട്ടൊരു പുഷ് കൊടുക്കുക. ബാക്കിലോട്ടൊരു പുഷ് കൊടുത്താൽ സുഖമായിട്ട് ഇതിങ്ങ് ഊരിപ്പോരും. അല്ലാതെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇതിനകത്ത് ഒന്നുമില്ല. ഓക്കെ, ഇതിനിയിപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഡിക്കി വരുന്ന പോർഷനാണ്. ഈ പോർഷനാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മാത്രം ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ. എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. ഇതിനകത്ത് നമ്മുടെ ഈ റിവേഴ്സ് ലൈറ്റും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പാർക്ക് ലൈറ്റും കൂടെ അഡീഷണൽ വരുന്നുണ്ട്. ഈ പാർക്ക് ലൈറ്റാണ് ചെറിയൊരു കണക്ഷൻ്റെ നമുക്കൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളൂ എല്ലാവർക്കും ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും. ഞാൻ എല്ലാവർക്കും കാണിച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു വെറൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നൊന്നുമില്ല. ഈ ഒരു ബൾബിനകത്തെ ഹീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹീറ്റിൻ്റെ ഒരു ചേംബർ വരുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്ന ഒരു ഹീറ്റ് ചേംബർ മാത്രമാണ്. അതായത് ഈ ബൾബിലുണ്ടാകുന്ന ഹീറ്റ് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പ്ലേറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു. ഇനി വരുന്ന ഒരു സോക്കറ്റ്, ഒരു അഡീഷണൽ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന സോക്കറ്റാണ്. ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ ലൈൻ പോകുന്നത്.
എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഈ ഒരു കപ്ലർ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ ഇതിൻ്റെ പിന്ന് മാത്രം ഞാൻ ചെയ്തതുപോലെ പിന്ന് ഊരിയെടുത്ത് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ലൈൻ നമ്മൾ കണക്ട് ചെയ്താണ് നമ്മളിനിപ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഈ ലൈൻ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം എല്ലാവർക്കും. ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ റിവേഴ്സ് വർക്ക് ചെയ്യും. കാരണം റിവേഴ്സിൻ്റെ ലൈൻ ഞാൻ പറഞ്ഞ പോലെ ആസ് ഇറ്റ് ഈസ് നേരത്തെ സെയിം തന്നെയാണ്. എന്നാൽ ഈ ഒരു ലൈൻ മാത്രം ഇതിനൊന്നും വരുന്നില്ല. ഈ ഒരു ലൈനാണ് നമ്മൾ അഡീഷണൽ കൊടുക്കേണ്ടത്. എങ്ങനെ കൊടുക്കാമെന്നുള്ളതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഞാൻ ആ 2 വയർ അതിൽ നിന്ന് ആ ക്ലിപ്പിൽ നിന്ന് തന്നെ ഊരി എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഗ്രീനും ഒരെണ്ണം ബ്ലാക്കും. ആസ് ഇറ്റ് ഈസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗ്രീൻ എപ്പോഴും നമ്മുടെ പോസിറ്റീവ് ആയിരിക്കും, ബ്ലാക്ക് നമ്മുടെ നെഗറ്റീവും. ഇത് നമ്മുടെ പാർക്കിലോട്ട് കൊടുക്കാനുള്ള ലൈനാണ് ഈ വരുന്നത്. അപ്പോൾ പാർക്ക് നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് ആദ്യം ഒന്ന് ചിന്തിക്കാം. കാരണം ഈ സൈഡിൽ നിന്ന്, അതായത് ഈ ടെയിൽ ലൈറ്റിൽ നിന്ന് എടുക്കാതെ, ഈ റൈറ്റ് സൈഡിലെ ടെയിൽ ലൈറ്റിൽ നിന്ന് എടുക്കാതെ നമുക്ക് വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളതെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം നമ്മളത് രണ്ടും നല്ല രീതിക്ക് നമ്മളത് സ്ലീവ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇനിയിപ്പോൾ അതെങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതും കൂടി ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം. ആദ്യം ഞാനതൊന്ന് താക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഈ ഉള്ള ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഈ വയർ ആദ്യം ഒന്ന് അങ്ങോട്ട് ഇടുകയാണ്. ഓക്കെ, വയർ ഇങ്ങോട്ട് ഇട്ടു. പിന്നെ ഇതിൽ കണക്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു സ്ക്രൂവും പിന്നെ 2 ക്ലിപ്പുമാണ് വരുന്നത്. 1, 2 ഈ 2 ക്ലിപ്പും പിന്നെ ഒരു സ്ക്രൂ. ഈ സ്ക്രൂ ഇതിലേ പോവും, ഈ 2 ക്ലിപ്പ് ഇവിടെ നിൽക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുകയാണ്. കറക്റ്റായിട്ട് ഞാനതൊന്നുകൂടെ ഒന്ന് വെക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇതാ ഹോളിൽ. യെസ്, കഴിഞ്ഞു. ഇനി മേളിലൊരു നട്ടും കൂടെ മുറുക്കാനുണ്ട്. അതായത് ഇവിടെ ഒരു 10ൻ്റെ നട്ട് വരുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും ഒന്ന് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ കാണുന്ന നട്ട്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഈ നട്ടാണ് നമ്മളിനി ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ നട്ട് ഞാനിങ്ങനെ എടുക്കുകയാണ്. ഞാൻ അതിലോട്ടൊന്ന് ഫിക്സ് ചെയ്ത് ഞാനൊന്ന് ടൈറ്റ് ചെയ്യുന്നു. ഈ ഒരൊറ്റ നട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ മറ്റേ ഞാൻ കാണിച്ച പോലെ 2 ക്ലിപ്പും, ആ 2 ക്ലിപ്പിലും പിന്നെ ഈ ഒരു നട്ടിലുമാണ് ഇരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ റിവേഴ്സിൻ്റെ ലൈനും കൂടെ ഞാനിപ്പോൾ കണക്ട് ചെയ്യുകയാണ്. ഇത് കപ്ലർ വരുന്നുള്ളതുകൊണ്ട് ഞാൻ ആ ലൈനൊന്ന് കണക്ട് ചെയ്യുകയാണ്. യെസ്, അത് ഞാൻ കണക്ട് ചെയ്തു. പിന്നെ ഇത് ഞാനിപ്പം റെഡും ബ്ലാക്കും ഇട്ടിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് താത്തിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ ആദ്യം ഒന്ന് പാർക്ക് ഓൺ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും നമ്മുടെ പാർക്ക് ലൈൻ ഓണാണ്. പക്ഷേ സാധാരണ ഈ മോഡലിലെ വാഹനങ്ങൾക്കെല്ലാം പാർക്ക് ഓൺ ചെയ്യുമ്പോൾ ഇത് ഫുൾ സ്ട്രെച്ചാണ് കിട്ടേണ്ടത്. ഈ സൈഡിലോട്ടുള്ള കണക്ഷൻ പോകുന്നില്ല. അതിനാണ് ഞാനിപ്പോൾ എക്സ്ട്രാ എടുത്ത കണക്ഷൻ സെറ്റ് ചെയ്യുന്നത്. ഇത്രയും ലൈനും പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ബ്രേക്കും വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ബ്രേക്കുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സും ഓക്കെ. പിന്നെ ഇനി നമ്മുടെ റിവേഴ്സ് ലൈനും കൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ റിവേഴ്സ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ സാധിക്കും റിവേഴ്സ്. ഈ ഒരു ലൈറ്റ് മാത്രം നമുക്ക് ഇതിനകത്ത് കണക്ഷൻ കൊടുക്കാനുള്ളൂ. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഞാൻ നോക്കിയെടുത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മോഡലിന് ഏറ്റവും എളുപ്പം നമുക്ക് റിവേഴ്സ് ലൈറ്റ് മീൻസ് റിയർ ടെയിൽ ലാമ്പ് ഫിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം ഹെഡ് ലൈറ്റ് ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ റിയർ ടെയിൽ ലാമ്പ് ഫിറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. കാരണം ഞാൻ ആദ്യം വിചാരിച്ച് ഇതിലൊരു വയർ എടുക്കേണ്ടി വരുമെന്നാണ്. പക്ഷേ പിന്നെ ഒന്നുകൂടെ ചിന്തിച്ച സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി കിടക്കുന്നത് നമ്മുടെ ലൈസൻസ് ലാമ്പാണ്. പാർക്ക് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ലൈസൻസ് ലാമ്പിലോട്ട് സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ ലൈസൻസ് ലാമ്പിൽ നിന്ന് തന്നെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു യൂണിറ്റിലേക്കുള്ള കറണ്ട് എടുക്കാൻ സാധിക്കും. വയർ കട്ടിങ് മീൻസ് വയർ ഇതിലേ വലിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ കണക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഒരു ടെമ്പററി ആയിട്ട് നമ്മളൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കുകയാണ്. ടെമ്പററി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. അതായത് ഈ ലൈനിൽ നിന്ന് വരുന്ന ഒരു എർത്ത് ലൈൻ, ഇപ്പോൾ എല്ലാവർക്കും കാണാം ഈ ബ്ലാക്ക് എർത്താന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ആ എർത്ത് ഈ ഒരു എർത്തിങ് ലൈനിലോട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എന്നാ പറയുന്നത് ലൈസൻസ് ലാമ്പിൻ്റെ ആ ഒരു ലൈനിൽ നിന്ന് അതിൻ്റെ പോസിറ്റീവ് ലൈൻ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ലൈൻ ഇതാണ്. ആ പോസിറ്റീവിലോട്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഞാനൊന്ന് കണക്ട് ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് അടക്കുകയാണ്. ഒന്ന് അടച്ചു വെച്ചും ഞാനിപ്പോൾ ജസ്റ്റ് അതായത് പതുക്കെ വയ്ക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാനൊന്ന് പാർക്ക് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, പാർക്ക് ഓൺ ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും നമ്മുടെ ലൈറ്റ് കത്തി നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു ഭംഗി എല്ലാവർക്കും ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഇനി അപ്പുറത്തെ സൈഡ് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫിറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ.
കണ്ടോ, ഈ ഒരു ലൈറ്റ് മാത്രം നമ്മുടെ സാധാരണ ഇതിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ഇതാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യത്യാസം നന്നായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിപ്പം പെർമനൻ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ടെമ്പററി ആയിട്ടൊന്ന് കൊടുത്തത്. ഇനി ഈ 2 സൈഡും ഒന്ന് പെർമനൻ്റ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് വരാം. വേറെ ചടങ്ങുകളൊന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ രീതിക്ക് മാത്രം സെറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം 2 സെറ്റായിട്ടുണ്ട്. 2 സൈഡിലെ ഓക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാം പെർമനൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ടെമ്പററി ആയിട്ടല്ല. ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. യെസ്, നമ്മുടെ ലൈറ്റ് ഓണായി. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും 2 സൈഡും പക്കായാണ്. പക്ക എന്ന് ഉദ്ദേശിക്കുന്ന അടിപൊളി, അതായത് എങ്ങനെയാണോ കമ്പനി വരുന്നത് ആ മോഡലിൽ തന്നെയാണ് നമ്മളിപ്പോൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇനി ഞാൻ ജസ്റ്റ് ആ വയറിങ്ങും കൂടെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം. ഓക്കെ, അപ്പം ഇതിലിപ്പോൾ എല്ലാവർക്കും ഇച്ചിരി വൃത്തിയായിട്ട് കാണാൻ സാധിക്കുമായിരിക്കും. ഇതേണ്ട ഇതിലേ വരുന്ന 2 ലൈൻ, അതായത് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവുമാണ്. ആ പോസിറ്റീവും നെഗറ്റീവും ഇതിലേ വന്ന്, നെഗറ്റീവ് ഞാൻ ഈ കാണുന്ന പോയിൻ്റിൽ നിന്നാണ് ഒരു എർത്ത് എടുത്തിരിക്കുന്നത്. ഒരു എർത്ത് അവിടെ കൊടുത്തു. നമ്മുടെ ഇതിൻ്റെ പിന്നെ ഇവിടെ ഒരു ബോഡി എർത്ത് കൊടുത്തു. പിന്നെ ഈ ലൈനിൽ നിന്നാണ് ഞാനത് ക്രിമ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ലൈസൻസ് ലാമ്പ് എല്ലാവർക്കും കാണാൻ പറ്റുന്നത്, ഈ ലൈസൻസ് ലാമ്പിൻ്റെ കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. ആ കണക്ഷൻ്റെ പോസിറ്റീവിൽ നിന്നാണ് ഞാൻ ഈ ലൈൻ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഞാൻ ആ പറഞ്ഞ കാര്യം നല്ല വൃത്തിയായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചെനിക്ക് ബാലൻസ് ഉള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാഡ് തിരിച്ച് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അതും കൂടെ തീർത്ത് നമ്മൾ കൊടുക്കുകയാണ്. ഇനിയും ഇതിലും വേറെ പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കുക. കാരണം എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.